അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ഇടിച്ചക്ക തോരനാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഇടിച്ചക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ ഇടിച്ചക്ക തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ഇവിടെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇടിച്ചക്ക നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ഇതിനെ ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക ഞാൻ ഇടിച്ചല്ല, മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ഐറ്റമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി അതൊന്ന് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ നിറയെ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് തുവരപ്പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്നോ കൈ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായില്ല, അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ അരി ഇട്ട് കൊടുത്തത്. അപ്പം ഇനി അതൊന്ന് പൊട്ടി വരണം. ആ സമയത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അരിയും കടുകും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആ ചക്കയും ഇടിച്ചക്കയും ആ അരപ്പും കൂടെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ വേവിക്കാൻ നേരം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതല്ല കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ചക്കയുടെയൊക്കെ സമയമാണല്ലോ, ചക്ക എല്ലാം കിട്ടി തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉച്ചയൂണിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വീണ്ടും എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാനും തോന്നുകയുള്ളൂ. ഒത്തിരി സമയമൊന്നും ഇത് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം ഒന്ന് എണ്ണയിൽ ആ വറവിൽ കിടന്ന് ഒന്നതായി വരുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക രുചിയാണ്. ഇനി നമുക്ക് ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ഇതിനെ മൂടി വെച്ച് നമുക്ക് ഒന്ന് ഇതായിട്ട് വരട്ടെ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ കേട്ടോ. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചാണ് ഇടിച്ചക്ക തോരനും എന്താ പിന്നെ ഇറച്ചി കേട്ടോ. ഓക്കേ.